ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഓണം എക്സാമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉണ്ട്. ആദ്യം നമുക്ക് മലയാളം മീഡിയം നോക്കാം. ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാരെ അതും കൂടെ പോയി കാണുന്നത് നന്നായിരിക്കും. ഒന്നാമത്തെ ചോദ്യം, എന്താണ് ശിലായുഗം? ആദിമ മനുഷ്യർ വനാന്തരങ്ങളിലാണ് വസിച്ചിരുന്നത്. കായ്കനികൾ ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടി അവയുടെ മാംസം ഭക്ഷണമാക്കിയും അവർ ജീവിച്ചിരുന്നു. ചുറ്റുപാടിൽ നിന്നും ലഭിച്ച പരുക്കൻ കല്ലുകളാണ് അവർ ആയുധമാക്കിയിരുന്നത്. ശിലകൾ ആയുധമായി ഉപയോഗിച്ചിരുന്നതിനാൽ ഈ കാലഘട്ടത്തെ ശിലായുഗം എന്ന് പറയുന്നു. ഓക്കെ, അപ്പം എന്താണ് ശിലായുഗം എന്ന് മനസ്സിലായി. രണ്ടാമത്തെ ചോദ്യം, സ്ഥിരവാസം മനുഷ്യരിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം? സ്ഥിരവാസം, മാസമല്ല സ്ഥിരവാസം മനുഷ്യരിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം? വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും സംഘടിത സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളായും വികാസം പ്രാപിച്ചു എന്നാണ് പറയുന്നത്. ആദ്യം ഒരാൾ താമസിച്ചു, പിന്നെ അടുത്ത ആൾ, അങ്ങനെ അങ്ങനെ മാറി മാറി അതെന്തായി? ഗ്രാമങ്ങളായിട്ടും നഗരങ്ങളായിട്ടും മാറി. മൂന്നാമത്തെ ചോദ്യം, വെങ്കലത്തിന്റെ ഉപയോഗം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാം? വെങ്കലത്തിന്റെ ഉപയോഗം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാം? വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് സഹായകമായി. കൃഷിയിടങ്ങളുടെ വ്യാപനം കാർഷികോൽപാദന വർധനവിന് കാരണമായി. കാർഷികോൽപാദന വർധനവ് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസത്തിനും വഴിയൊരുക്കി. കൈമാറ്റ കേന്ദ്രങ്ങൾ പിൻകാലത്ത് പട്ടണങ്ങളെയും നഗരങ്ങളായും രൂപാന്തരപ്പെട്ടു. അപ്പോൾ ആദ്യം വെങ്കലം കൊണ്ട് കൃഷി വ്യാപിപ്പിച്ചപ്പോൾ എന്ത് ചെയ്ത്? വർധനവ് കൂടി, ഉൽപാദനം കൂടി. പിന്നെ ഉൽപാദനം കൂടിയപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറ്റം ചെയ്യേണ്ടതായിട്ട് വന്നു. പിന്നീട് അത് പട്ടണങ്ങളും നഗരങ്ങളൊക്കെ ഉണ്ടാവാനുള്ള, കച്ചവട കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണമായി. നാലാമത്തെ ചോദ്യം, ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട്? കൃഷിയായിരുന്നു ജനങ്ങളുടെ പ്രധാന ജീവിതമാർഗം. ഗോതമ്പ്, ബാർലി, തിന, പയറുവർഗ്ഗങ്ങൾ, ചണം, പരുത്തി മുതലായവ നൈൽ നദീതടത്തിൽ സമൃദ്ധമായി വളർന്നിരുന്നു. ഈ കാർഷിക സമൃദ്ധിയാണ് നൈൽ നദീതടത്തിന്റെ ഒരു നാഗരിക സംസ്കാരം വളർന്നു വരാൻ ഇടയാക്കിയത്. അതിനാൽ ഈജിപ്തിനെ നൈലിന്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നു. അഞ്ചാമത്തെ ചോദ്യം, ഹരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. എന്താണ് ഹരപ്പൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ? വെങ്കലയുഗത്തിൽ സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ്. ഏകദേശം BCE 2600 മുതൽ BCE 1900 വരെയാണ് ഈ സംസ്കാരത്തിന്റെ കാലഘട്ടമായി പൊതുവെ കരുതപ്പെട്ടത്. ഹരപ്പയാണ് ആദ്യമായി കണ്ടെത്തിയ നഗരം. അതിനാൽ ഈ സംസ്കാരത്തെ ഹരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നു. ഈ സംസ്കാരം ഉടലെടുത്തത് സിന്ധു നദീതീരത്ത് ആയതിനാൽ സിന്ധു നദീതട സംസ്കാരം എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ സിന്ധു നദീതട സംസ്കാരം ഏതാണ് എന്നും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഹരപ്പൻ സംസ്കാരം തന്നെയാണ്. രണ്ടും ഒരു പേര് തന്നെയാണ്. ഇനി ആറാമത്തേത്, എന്താണ് അക്ഷാംശ രേഖകൾ? അവയുടെ സവിശേഷത എന്താണ്? ഭൂകേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തും ഒരേ കോണീയ അകലത്തിലുള്ള ബന്ധുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. ഭൗമോപരിതലത്തിൽ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന അക്ഷാംശ വൃത്തങ്ങളാണ് ഇവ. ഭൂമധ്യരേഖയിൽ നിന്ന് ഇരുവശങ്ങളിലേക്ക് പോകുന്തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. 7, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഒരു നേർരേഖയല്ല. കാരണം എന്താണ്? എന്താണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറഞ്ഞാൽ? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കിഴക്കു നിന്ന് പടിഞ്ഞാറോട്ട് മുറിച്ചു കടക്കുമ്പോൾ ഒരു ദിവസം നഷ്ടപ്പെടുകയും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് മുറിച്ചു കടക്കുമ്പോൾ ഒരു ദിവസം അധികമാവുകയും ചെയ്യും. ഒരു രാജ്യത്തിനുള്ളിലെ വിവിധ സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് തന്നെ വ്യത്യസ്ത ദിവസങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കുന്നതിനാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖയിൽ ചിലയിടങ്ങളിൽ വ്യതിചലനം വരുത്തിയിരിക്കുന്നത്. പസഫിക് സമുദ്രത്തിൽ ജനവാസമുള്ള കരഭാഗങ്ങളെ ഒഴിവാക്കും വിധം ഈ രേഖ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി എട്ടാമത്തേത്, നിത്യജീവിതത്തിൽ ഭൂവിവര വ്യവസ്ഥ ഉപയോഗപ്പെടുത്തുന്ന 3 സന്ദർഭങ്ങൾ എഴുതുക. ഓക്കെ, GIS ഉപയോഗപ്പെടുത്തുന്ന 3 സന്ദർഭങ്ങളാണ്. 1, ഗതാഗത കുരുക്ക് ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ബസ്, ട്രെയിൻ എന്നിവയുടെ നിലവിലെ സ്ഥാനം അറിയുന്നതിന് യാത്രികരെ സഹായിക്കുന്നു. യാത്രാ വിമാനങ്ങളുടെ നിലവിലെ സ്ഥാനം, യാത്രികൻ നിൽക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്ന സമയം എന്നിവ മുൻകൂട്ടി അറിയാൻ കഴിയുന്നു. അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കൃത്യതയും സൂക്ഷ്മതയും നൽകുന്നതിന് ഉപയോഗപ്പെടുത്തുന്നു.
ഇനി 9ാമത്തെ ചോദ്യം, റോമൻ സാമ്രാജ്യത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു? എന്തൊക്കെയാണ്? യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിൽ വ്യാപിച്ചിരുന്ന വിശാലമായ സാമ്രാജ്യം ആയിരുന്നു. റോമൻ ചക്രവർത്തിമാർ പ്രിൻസപ്പ് എന്നറിയപ്പെട്ടു. പ്രിൻസപ്പ് തലവനായ റോമൻ ഭരണ സംവിധാനം പ്രിൻസിപ്പേറ്റ് എന്നറിയപ്പെട്ടു. അഗസ്റ്റസ് ആണ് പ്രിൻസിപ്പേറ്റ് ഭരണ സംവിധാനം സ്ഥാപിച്ചത്. വേതനം കൈപ്പറ്റി സേവനം ചെയ്തു ശക്തമായ സൈന്യം ഉണ്ടായിരുന്നു. 10ാമത്തേത്, മഹാജനപദങ്ങളുടെ കാലം ഇന്ത്യയിലെ 2ാം നഗരവൽക്കരണം എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ട്? മഹാജനപദങ്ങളുടെ കാലം, ഓക്കെ, ഇന്ത്യയിലെ 2ാം നഗരവൽക്കരണം. കാരണം എന്താണ്? ഫലഭൂയിഷ്ഠമായ നദീതടങ്ങളും സമൃദ്ധമായ വനമേഖലകളും ചില ജനപദങ്ങളെ കൂടുതൽ ശക്തമാക്കി. സമീപ പ്രദേശത്തുള്ള ജനപദങ്ങളെ കീഴടക്കിയ പ്രബലമായ ജനപദങ്ങൾ മഹാജനപദങ്ങളായി പരിണമിച്ചു. മഹാജനപദങ്ങളുടെ കാലം ഇന്ത്യയിലെ 2ാം നഗരവൽക്കരണം എന്നാണ് അറിയപ്പെടുന്നത്. 11, ജൈനമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും ആശയങ്ങളുടെ പൊതു സവിശേഷതകൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ജൈനമത ആശയങ്ങളിൽ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്, ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്, കളവ് പറയരുത്, മോഷ്ടിക്കരുത്, ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നിവ അനുഷ്ഠിക്കുക. ബുദ്ധമത ആശയങ്ങളിൽ ഹിംസിക്കാതിരിക്കുക, കളവ് പറയാതിരിക്കുക, സത്യസന്ധത പുലർത്തുക, അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക, ഇതൊക്കെയാണ്. 12, രാഷ്ട്രത്തിന്റെ പ്രധാന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം, ഇതൊക്കെയാണ് രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. 13, സ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ആധുനിക അർത്ഥത്തിൽ ഉപയോഗിച്ച ഇറ്റാലിയൻ തത്വചിന്തകൻ ആരാണ്? നിക്കോളോ മാക്കിയവെല്ലിയാണ്. ഓക്കെ, നിക്കോളോ മാക്കിയവെല്ലി. 14, രാഷ്ട്ര രൂപീകരണത്തിൽ ജനസംഖ്യയുടെ പ്രാധാന്യം എന്താണ്? ജനങ്ങളില്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല. എന്നാൽ രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടും ഇല്ല. ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യയിൽ വിവിധ മതവർഗ വർണ്ണ വിഭാഗങ്ങൾ ഉൾപ്പെടാം. 15, നിയമനിർമ്മാണ വിഭാഗത്തിന്റെ പ്രധാന ചുമതലകൾ എന്തെല്ലാമാണ്? രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക, നിയമങ്ങളിൽ മാറ്റം വരുത്തുക തുടങ്ങിയവയാണ് നിയമനിർമ്മാണ വിഭാഗത്തിന്റെ പ്രധാന ചുമതലകൾ. രാഷ്ട്രഭരണത്തെ നിയന്ത്രിക്കുന്നതിൽ നിയമനിർമ്മാണ വിഭാഗത്തിന് പങ്കുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മലയാളം മീഡിയം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി ഇംഗ്ലീഷ് മീഡിയവും നോക്കാം. ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസും എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മലയാളം മീഡിയത്തിലെ കുട്ടികളും അതും കൂടെ നിൽക്കുന്നത് നന്നായിരിക്കും. ആദ്യത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റ് എന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എത്രയാണെന്ന് പറയാനാണ്, എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് പെർമനൻ്റ്ലി വിത്തിൻ എ ഡിഫൈൻഡ് ടെറിട്ടറി വിത്ത് എ സോവറൈൻ ഗവൺമെൻറ് ഈസ് എ സ്റ്റേറ്റ്. ഒരു പരമാധികാരമുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഇതിൽ ഒരു ഭൂപ്രദേശത്ത് നിൽക്കുന്ന പെർമനൻ്റ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പോപ്പുലേഷൻ, ടെറിറ്ററി, ഗവൺമെൻറ് ആൻഡ് സോവറിനിറ്റി ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഫ്രം എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൽ ഉണ്ടായിരിക്കേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം, ഇതൊക്കെയാണ്. ദ സ്റ്റേറ്റ് പ്രൊട്ടക്ട്സ് ദ റൈറ്റ് ഓഫ് ദ പീപ്പിൾ. അവിടുത്തെ ആളുകളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് സ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യം. മോർ ഓവർ ഇറ്റ് ഡിഫൈൻസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പീപ്പിൾ ടുവേർഡ്സ് ദ സ്റ്റേറ്റ്. അപ്പോൾ മാത്രമല്ല അവിടുത്തെ ആളുകൾക്ക് സ്റ്റേറ്റിനോടും കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യം, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഇക്വേറ്റർ. ഇക്വേറ്ററിനെ കുറിച്ചിട്ട് ഒരു നോട്ട് തയ്യാറാക്കാനാണ്. 0 ഡിഗ്രി സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഈസ് ദ ഇക്വേറ്റർ. അപ്പോൾ 0 ഡിഗ്രിയിലുള്ള ഒരു ലാറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ ഇക്വേറ്റർ എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ദ ഇക്വേറ്റർ ദ എർത്ത് ക്യാൻ ബി ഇമാജിൻ ആസ് 2 ഹെമിസ്ഫിയർ. അപ്പോൾ ഇക്വേറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ എർത്തിനെ നമ്മൾ 2 ഹെമിസ്ഫിയർ ആക്കിയിട്ടാണ് ഇമാജിൻ ചെയ്യുന്നത്. ദ ഹെമിസ്ഫിയർ ദാറ്റ് ലൈസ് ടു ദ നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ ഈസ് കോൾഡ് നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ദ ഹെമിസ്ഫിയർ ദാറ്റ് ലൈസ് ടു ദ സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ ഈസ് കോൾഡ് സദേൺ ഹെമിസ്ഫിയർ. അപ്പോൾ ഇക്വേറ്ററിൻ്റെ നോർത്തിലുള്ളതിനെ നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും സൗത്തിലുള്ളതിനെ സദേൺ ഹെമിസ്ഫിയർ എന്നുമാണ് നമ്മൾ പറയാറുള്ളത്. ലാറ്റിറ്റ്യൂഡ്സ് ഇൻ ദ നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ ആർ കോൾഡ് നോർത്തേൺ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ദോസ് ഇൻ ദ സൗത്ത് ആർ കോൾഡ് സദേൺ ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ്സ് നോർത്തിൽ, ഇക്വേറ്ററിൻ്റെ നോർത്തിലുള്ളതിനെ, ആ ലാറ്റിറ്റ്യൂഡ്സിനെ നമ്മൾ നോർത്തേൺ ലാറ്റിറ്റ്യൂഡ്സ് എന്നും സൗത്തിലുള്ള ലാറ്റിറ്റ്യൂഡ്സിനെ സദേൺ ലാറ്റിറ്റ്യൂഡ്സ് എന്നുമാണ് പറയാറുള്ളത്. മൂന്നാമത്തേത്, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ റോൾ പ്ലേഡ് ബൈ ദ ടെറിറ്ററി ഇൻ ദ ഫോർമേഷൻ ഓഫ് എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൻ്റെ ഫോർമേഷനിൽ അവിടുത്തെ ഭൂപ്രദേശം എങ്ങനെയൊക്കെയാണ്
പങ്കുവഹിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് എ സ്റ്റേറ്റ് എ പെർമനന്റ് ആൻഡ് വെൽ ഡിഫൈൻഡ് ടെറിറ്ററി ഈസ് എസെൻഷ്യൽ. ഒരു സ്റ്റേറ്റ് നിലനിൽക്കണമെങ്കിൽ അവിടെ എന്താണ്, നല്ല പെർമനൻ്റ് ആയിട്ടുള്ള ഡിഫൈൻ ആയിട്ടുള്ള ഒരു ടെറിറ്ററി, ഒരു ഭൂപ്രദേശം ആവശ്യമാണ്. ബട്ട് ദ ഏരിയ ഓഫ് ടെറിറ്ററി ഫോർ ദ ഫോർമേഷൻ ഓഫ് എ സ്റ്റേറ്റ് ഹാസ് നോട്ട് ബീൻ സ്പെസിഫൈഡ്. ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ടെറിറ്ററി ആയിരിക്കണം, അല്ലെങ്കിൽ ഇത്ര ഏരിയ വേണം എന്നുള്ളതൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. The land area, the water bodies and the air space and the coastal areas of a country come under a jurisdiction of the territory. ഒരു ഏരിയ, അതുപോലെ തന്നെ വാട്ടർ ബോഡീസ്, എയർ സ്പേസ്, കോസ്റ്റൽ ഏരിയാസ്, ഇതൊക്കെ കൂടിയാണ് ഒരു ടെറിറ്ററിയുടെ അണ്ടറിൽ വരുന്നത്. ഇനി നാലാമത്തേത്, പ്രിപ്പയർ എ നോട്ട് ഓൺ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഐഡിയൽസ് ഓഫ് ജൈനിസം ആൻഡ് ബുദ്ധിസം. ജൈനിസത്തിൻ്റെയും ബുദ്ധിസത്തിൻ്റെയും ഐഡിയൽസിൻ്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ട് ഒരു നോട്ട് എഴുതാനാണ് പറയുന്നത്. ഐഡിയൽസ് ഓഫ് ജൈനിസം, ജൈനിസത്തിൻ്റെ ഐഡിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓൾ തിങ്സ് ഹാവ് ലൈഫ്, എന്താണ്, എല്ലാത്തിനും ജീവനുണ്ട്. നോ ലിവിങ് തിങ് ഷുഡ് ബി ഹാംഡ്, അഹിംസ അഥവാ ഒന്നിനെയും നമ്മൾ ഉപദ്രവിക്കരുത്. ഡു നോട്ട് സ്റ്റീൽ, ഡു നോട്ട് ലൈ, കളവ് പറയരുത്, മോഷ്ടിക്കരുത്. പ്രാക്ടീസ് റൈറ്റ് ബിലീഫ് അഥവാ ശരിയായ വിശ്വാസം, റൈറ്റ് നോളജ് ശരിയായ അറിവ്, റൈറ്റ് ആക്ഷൻ ശരിയായ പ്രവൃത്തി, അതിനെയാണ് നമ്മൾ ത്രിരത്ന എന്ന് ജൈനിസത്തിൽ പറയുന്നത്. ഇനി ഐഡിയൽസ് ഓഫ് ബുദ്ധിസം എന്തൊക്കെയാണെന്ന് നോക്കാം. ഡു നോട്ട് ഹാം അതേഴ്സ്, മറ്റുള്ളവരെ നമ്മൾ ഒരിക്കലും മോശമായി പറയരുത്. ഡു നോട്ട് ലൈ, കളവ് പറയരുത്. ബി ഹോണസ്റ്റ്, എപ്പോഴും ഹോണസ്റ്റി ആയിരിക്കണം. ഡു നോട്ട് കവർ അതേഴ്സ് വെൽത്ത്, മറ്റുള്ളവരുടെ വെൽത്ത് ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ മോഷ്ടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കാം. കമ്പയർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഏതൻസ് ആൻഡ് സ്പാർട്ട. ഏതൻസിലെയും സ്പാർട്ടയെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് കമ്പയർ ചെയ്യാൻ, താരതമ്യപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഏതൻസ് ആണ്. ദ ഇനീഷ്യൽ ഫോം ഓഫ് ഡെമോക്രസി ഒറിജിനേറ്റഡ് ഇൻ ദ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് ഓഫ് ഏതൻസ്. അപ്പോൾ ആദ്യമായിട്ട് ഡെമോക്രസി എന്ന് പറയുന്നത് ഒറിജിനേറ്റ് ചെയ്തത് ഗ്രീക്ക് സിറ്റിയിലെ ഏതൻസിൽ ആയിരുന്നു. ഓൾ മെൻ ഹാവിങ് സിറ്റിസൺഷിപ്പ് ഇൻ ഏതൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ എലക്ടിങ് റൂളേഴ്സ് ആൻഡ് മേക്കിംഗ് ലോസ്. അപ്പോൾ അവിടുത്തെ ആളുകൾക്ക് എന്താണ്, എലക്ഷൻസിലൊക്കെ പങ്കെടുക്കാനും നിയമങ്ങളൊക്കെ ഉണ്ടാക്കാനും ഒക്കെയുള്ള പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അത് പുരുഷന്മാർക്കാണ് കേട്ടോ. വുമൺ സ്ലേവ്സ് ആൻഡ് ഫോറിനേഴ്സ് ഡിഡ് നോട്ട് ഹാവ് സിറ്റിസൺഷിപ്പ് സ്റ്റാറ്റസ്. പക്ഷേ അവിടുത്തെ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ അടിമകൾക്കോ അവിടുത്തെ വിദേശികൾക്കോ എന്താണ്, സിറ്റിസൺഷിപ്പ് സ്റ്റാറ്റസ് ഉണ്ടായിരുന്നില്ല. ദ പൊളിറ്റിക്കൽ ബോഡി ഓഫ് ഏതൻസ് വാസ് നോൺ ആസ് ദ അസംബ്ലി. അപ്പോൾ അവിടുത്തെ പൊളിറ്റിക്കൽ ബോഡിയെ നമ്മൾ അസംബ്ലി എന്നാണ് പറഞ്ഞിരുന്നത്. എ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് ഗേവ് ഇമ്പോർട്ടൻസ് ടു ആർട്ട് ആൻഡ് കൾച്ചർ. അപ്പോൾ ആർട്ടിലും കൾച്ചറിലൊക്കെ ഒരുപാട് ആ ഒരു എഡ്യൂക്കേഷനിൽ അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. 2 years ഓഫ് കമ്പൽസറി മിലിറ്ററി സർവീസ് ഫോർ ബോയ്സ്. അപ്പോൾ ആൺകുട്ടികൾക്ക് എന്താണ്, 2 വർഷത്തെ മിലിറ്ററി സർവീസ് നിർബന്ധമായിരുന്നു. എ സ്ട്രോങ് നേവി ആൻഡ് മിലിറ്ററി, അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു നേവിയും മിലിറ്ററിയും ഉണ്ടായിരുന്നു. അടുത്തത് സ്പാർട്ടയെ കുറിച്ചിട്ടാണ്. സ്പാർട്ട ഹാഡ് ആൻ അരിസ്റ്റോട്ടിക് റൂൾ. അതിനൊരു അരിസ്റ്റോട്ടിക് റൂൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ സ്പാർട്ട എംഫസൈസ്ഡ് ട്രഡീഷണൽ വാല്യൂസ് ആൻഡ് മിലിറ്ററി ട്രെയിനിങ്. അപ്പോൾ അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ട്രഡീഷണൽ വാല്യൂസും മിലിറ്ററി ട്രെയിനിങ്ങും ആയിരുന്നു അവർ കൂടുതൽ ഊന്നൽ നൽകിയിരുന്നത്. ബോയ്സ് വെർ റിക്വയർഡ് ടു സെർവ് ഇൻ മിലിറ്ററി ഫോർ 23 years. അവർ 23 വർഷം മിലിറ്ററി സർവീസ് അവർക്ക് ഉണ്ടായിരുന്നു. വാട്ട് വെർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ റോമൻ എംപയർ. അടുത്ത ക്വസ്റ്റ്യൻ, റോമൻ എംപയർസിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് എഴുതാനാണ്. ദ റോമൻ എംപയർ വാസ് എ വാസ്റ്റ് എംപയർ ദാറ്റ് സ്പ്രെഡ് അക്രോസ് യൂറോപ്പ്. അപ്പോൾ യൂറോപ്പിൽ തന്നെ വളരെ വിശാലമായിട്ടുള്ള ഒരു എംപയർ തന്നെയായിരുന്നു റോമൻ എംപയർ എന്ന് പറയുന്നത്. നോർത്ത് ആഫ്രിക്ക, വെസ്റ്റേൺ ഏഷ്യ, ഇവിടെയൊക്കെ അത് എക്സ്പാൻഡ് ചെയ്തിരുന്നു. ദ റോമൻ എംപയേഴ്സ് വെർ നോൺ ആസ് പ്രിൻസപ്പ്, ദ ഫസ്റ്റ് സിറ്റിസൺ. അപ്പോൾ അവിടുത്തെ റോമൻ എംപയറിനെ പറയുന്ന പേരാണ് പ്രിൻസപ്പ് എന്ന് പറയുന്നത്. ദ സിസ്റ്റം ഓഫ് ഗവൺമെന്റ്സ് ലെഡ് ബൈ ദ പ്രിൻസപ്പ് വാസ് കോൾഡ് എ പ്രിൻസിപ്പേറ്റ്. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിനെ, ആ ഗവൺമെൻറ് സിസ്റ്റം ലീഡ് ചെയ്യുന്ന പ്രിൻസിപ്പിനെ പറയുന്നത് പ്രിൻസിപ്പേറ്റ് എന്നുള്ളതായിരുന്നു. അഗസ്റ്റസ് എസ്റ്റാബ്ലിഷ്ഡ് എ പ്രിൻസിപ്പേറ്റ് ഗവേണിംഗ് സിസ്റ്റം. അപ്പോൾ ഈ പ്രിൻസിപ്പേറ്റ് എന്ന് പറയുന്ന ഗവേണിംഗ് സിസ്റ്റം ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് അഗസ്റ്റസ് ആയിരുന്നു. ദർ വെരി എ സ്ട്രോങ് ആർമി ദാറ്റ് ഡിഡ് സെർവ് എ റെഗുലർ വേജ്. അപ്പോൾ അവിടുത്തെ ആർമി റെഗുലർ വേജിൽ എന്ത് ചെയ്തിരുന്നു, അവിടെ സർവീസ് ചെയ്തിരുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 6th ക്വസ്റ്റ്യൻ ആണ്.
വാട്ട് ആർ ദ കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് റോം? റോമിന്റെ കൾച്ചറൽ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു? കോൺട്രിബ്യൂഷൻസ് ഓഫ് റോം റിമൈൻസ് ഇൻ ഏരിയ സച്ച് ആസ് ലാംഗ്വേജ്, ലിറ്ററേച്ചർ, ആർട്ട് ആൻഡ് ദ അർബൻ പ്ലാനിംഗ്. അപ്പോൾ അവിടുത്തെ റോമിന്റെ സംഭാവനകൾ എന്ന് പറയുന്നത് അവിടുത്തെ ലാംഗ്വേജ്, ലിറ്ററേച്ചർ, അതുപോലെ തന്നെ അർബൻ പ്ലാനിങ്, ആർട്ട്, ഇതൊക്കെ തന്നെയായിരുന്നു. The adequates which are arched canals built to supply water and vast and open venue called a colosseum, that cultural contribution of Rome. അപ്പോൾ അവർ ഈ ഒരു എന്താണ് ആർച്ച് ഉണ്ടാക്കിയിട്ടുള്ളതും അതുപോലെ തന്നെ കനാൽസ്, വെള്ളം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കനാൽസ് ഉണ്ടാക്കിയിട്ടുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ ഒരു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊളസം എന്ന് പറയുന്നത്. അവിടെ ആ ഒരു കൾച്ചറൽ കോൺട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഇന്നും വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒന്ന് തന്നെയാണ്. സെവൻത് ക്വസ്റ്റ്യൻ, മേക്ക് എ നോട്ട് ഓൺ ദ ഡിഫറെൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ റോം. അഥവാ റോമിൽ നിലനിന്നിരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്തൊക്കെയായിരുന്നു, അതിനെക്കുറിച്ച് ഒരു നോട്ട് എഴുതാനാണ്. റോം വാസ് എ മൊണാർക്കി. റോമിൽ എന്തായിരുന്നു? ഏകാധിപത്യമായിരുന്നു. ഇൻ ദ 6th century BCE ദ മൊണാർക്കി എൻഡഡ് ആൻഡ് ന്യൂ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് കോൾഡ് ദ റിപ്പബ്ലിക് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ റോം. അങ്ങനെ BCE 6ാം നൂറ്റാണ്ടിലായിരുന്നു മൊണാർക്കി ഇല്ലാതായതും ഒരു പുതിയ ഗവൺമെന്റ് സിസ്റ്റം വന്നതും. അതിനെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇൻ ദ റോമൻ റിപ്പബ്ലിക് ഇൻസ്റ്റെഡ് ഓഫ് കിങ് ഗവർണൻസ് വാസ് എൻട്രസ്റ്റഡ് ടു എലക്റ്റഡ് ഒഫീഷ്യൽസ് നോൺ ആസ് കൺസൽസ്. അപ്പോൾ ഈ റിപ്പബ്ലിക് വന്നപ്പോൾ അവിടെ എന്താണ്? കിങ്ങിന് പകരം എന്തായി? ഒരു ഗവൺമെൻറ് വന്നു. പക്ഷെ അത് ഒഫീഷ്യൽസൊക്കെ കൺസൽസ് എന്ന് പറയുന്ന ഒഫീഷ്യൽസിനെയാണ് അവർ എലക്ട് ചെയ്തിരുന്നത്. ഇൻ 1st century BCE ജൂലിയസ് സീസർ ഹു ഹെൽഡ് ദ ഓഫീസ് ഓഫ് കൺസൽ എൻറ്റർഡ് ദ റെവല്യൂഷൻ സിസ്റ്റം ആൻഡ് അസ്യൂംഡ് പവർ ആസ് എ ഡിക്റ്റേറ്റർ. അപ്പോൾ ജൂലിയസ് സീസർ ആണ് 1st century BCE വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഈ ഒരു കൺസിൽ അയാളായിരുന്നു ഉണ്ടായിരുന്നത്. അയാൾ ഒരു ഡിക്റ്റേറ്റർ എന്ന രീതിയിലായിരുന്നു അവിടെ പ്രവർത്തിച്ചിരുന്നത്. ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് അഗസ്റ്റസ് ദാറ്റ് ദ റോമൻ റിപ്പബ്ലിക് ട്രാൻസിഷൻഡ് കംപ്ലീറ്റ്ലി ഇൻ ടു റോമൻ എംപയർ വിത്ത് ദ എംപറർ ബിക്കം ദ സുപ്രീം റൂളർ. അപ്പോൾ അവിടുത്തെ ആ എംപറർ ആയിരുന്നു അവിടുത്തെ സുപ്രീം റൂളർ എന്ന് പറയുന്നത്. അഗസ്റ്റസ് ഒക്കെ റോമൻ റിപ്പബ്ലിക്കിൽ ട്രാൻസിഷൻ ചെയ്തിട്ടുള്ള ഒരാളും കൂടിയാണ്. ഇനി 8th one നോക്കാം. 8th ക്വസ്റ്റ്യൻ, വാട്ട് വെർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പേർഷ്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം? പേർഷ്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ വാസ്റ്റ് എംപയർ വാസ് ഡിവൈഡഡ് ഇൻ ടു സെവറൽ സ്ട്രാപ്പീസ് ദ പ്രൊവിൻസസ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. അതോ അഡ്മിനിസ്ട്രേറ്റീവ് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് സ്ട്രാപ്പീസ് എന്ന് പറയുന്ന പ്രൊവിൻസസിനെ അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ വിശാലമായിട്ടുള്ള ഒരു എംപറർ കൂടെയായിരുന്നു. ദീസ് സ്ട്രാപ്പീസ് വർ അണ്ടർ ഗവർണേഴ്സ് നോൺ ആസ് ദ സ്ട്രാപ്സ്. അപ്പോൾ സ്ട്രാപ്സ് എന്ന് പറയുന്ന ഗവർണേഴ്സിന്റെ അണ്ടറിലായിരുന്നു ഈ സ്ട്രാപ്പീസ് നിലനിന്നിരുന്നത്. These straps enforced the laws and tax system of the king and the strappies. അപ്പോൾ ഈ സ്ട്രാപ്പീസിന്റെ ഒരു ടാക്സ് സിസ്റ്റം ഒരു കിങ് എന്നുള്ള രീതിയിലും അവിടെ ഉണ്ടായിരുന്നു. അവരെയായിരുന്നു ഈ ടാക്സും കാര്യങ്ങളൊക്കെ പിരിച്ചിരുന്നത്. 9th ക്വസ്റ്റ്യൻ, ദ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ. വൈ? എന്തുകൊണ്ടാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലാത്തത്? എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വെൻ ക്രോസിംഗ് ദ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് 1 day ഈസ് ലോസ്റ്റ്. അത് ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്ക് കറക്റ്റായിട്ട് ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് നഷ്ടമാവും. ആൻഡ് വെൻ ക്രോസിംഗ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് 1 day ഈസ് ആഡഡ്. ഇനി അതല്ല, വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണെങ്കിൽ ഒരു ദിവസം നമുക്ക് കൂടുതലായിട്ടും കിട്ടും. ദ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഈസ് deviated in some places, avoid different days occurring at the same time in different places within a country. അപ്പോൾ ഒരു ദിവസത്തിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈമും ഡേറ്റും ഒക്കെ വരും. അതുകൊണ്ടാണ് അങ്ങനെ അതിനെ ഡീവിയേറ്റ് ആയിട്ട് വിട്ടിട്ടുള്ളത്. അതിനെ ദിസ് ലൈൻ ഈസ് അറേഞ്ച്ഡ് ടു അവോയ്ഡ് പോപ്പുലേറ്റഡ് ലാൻഡ് ഏരിയ ഇസ് ദ സ്പെസിഫിക് ഓഷ്യൻ. അപ്പോൾ സ്പെസിഫിക് ഓഷ്യനിലെ ചില ഭാഗങ്ങളിലൊക്കെ ഇതിനെന്ത് ചെയ്തിട്ട് അവോയ്ഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും കോമൺ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാത്തതും കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു മനസ്സിലാക്കി വെക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.